നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മുടെ ശാന്തിവിള അണ്ണന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. അതിൻ്റെ അകത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് തന്നെ കുടുക്കിയതിനോ അല്ലെങ്കിൽ തന്നെ വഞ്ചിച്ചതോ ആരാണെന്ന് ചോദിച്ചപ്പോഴേ അത് മീനൂട്ടിയുടെ അമ്മയല്ലേ, അവൾക്കുള്ള ശിക്ഷ ദൈവം കൊടുത്തോട്ടെ എന്നാണ് നമ്മുടെ ദിലീപ് മഹാൻ പറഞ്ഞത് എന്നുള്ള തരത്തിലാണ് നമ്മുടെ ശാന്തിവിള അണ്ണൻ പറയുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം. അതായത് ദിലീപ് ചെയ്തതിൽ കൂടുതൽ വലിയ ചതിയൊന്നും ഒരിക്കലും മഞ്ജു വാര്യർ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. മഞ്ജു വാര്യരുടെ കയ്യിലും തെറ്റുണ്ടാകാം, പക്ഷെ മഞ്ജു വാര്യർ ഒരു വലിയ ചതി ചെയ്തു എന്ന് എങ്ങനെയാണോ നമ്മൾ പറയുക? ഈ ദിലീപല്ലേ പോയിട്ട് മഞ്ജു വാര്യരെയും മകളെയും മറന്നുകൊണ്ട് വലിയ എന്താ പറയേണ്ടത് വലിയ തോന്നിയവാസങ്ങൾക്കൊക്കെ പോയത്. എന്നിട്ട് പറയുകയാണ് മഞ്ജു വാര്യരാണ് ചതിച്ചത്, മഞ്ജു വാര്യരാണ് ചതിച്ചത് എന്ന്. എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ മകൾക്ക് പോലും ഈ അമ്മയെ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ മകള് മനസ്സിലാക്കുകയാണെങ്കിൽ അച്ഛനെ മുഴുവനായിട്ട് ഉപേക്ഷിച്ചിട്ട് പോവാ വേണ്ടത്. സ്വത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഇനി എന്തിനു വേണ്ടിയിട്ടായാലും ഇങ്ങനെ നിൽക്കുന്നതിലും നല്ലത് ഉപേക്ഷിച്ച് പോകുന്നത് തന്നെയാണ്. കാരണം അമ്മയുടെ മഹത്വം അറിയണമെങ്കിൽ ഈ അച്ഛൻ ചെയ്ത പാതകങ്ങളും കൂടി അറിയണം. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ ഇയാളെ പോലെയുള്ള ആൾ വന്ന് ന്യായീകരിക്കുകയാണ്. കാരണം മഞ്ജു വാര്യരാണ് തെറ്റ് ചെയ്തത്, മഞ്ജു വാര്യരാണ് തെറ്റ് ചെയ്തത് എന്ന്. മഞ്ജു വാര്യർ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്? അതായത് ഇയാളെ വിശ്വസിച്ച് 10-18 വർഷം മുമ്പ് വീട്ടിലേക്ക് കയറി വന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂട്ടിക്കെട്ടി ഉള്ളിൽ വെച്ചു. അതായത് എല്ലാ കഴിവുകളും. ശരിക്കും ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ക്രൂരനാണ്. അയാൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കാനോ ഒന്നിനും നിൽക്കാറില്ല. എല്ലാം അഭിനയം മാത്രമാണ്. മഞ്ജു വാര്യർ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ കഴിവും കാര്യങ്ങളും എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഇയാൾ വീട്ടിൽ പൂട്ടിവെക്കുകയല്ലേ ചെയ്തത്. ഒരു സ്വാതന്ത്ര്യം പോലും കൊടുക്കാതെ, ഒരു തരത്തിൽ പോലും എന്താ പറയേണ്ടത് അനങ്ങാൻ വിടാതെ ഒരു ബന്ധനസ്ഥനാക്കിയിട്ട് വിടുക എന്നൊക്കെ പറയുന്നില്ലേ? അതാണ് കാലും കൈയും തല്ലി ഒടിച്ചിട്ട് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നില്ലേ? അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് പുറലോകം കാണാത്ത രീതിയിൽ ദിലീപിന് പിന്നെ എന്ന് പറഞ്ഞാൽ മകളെ നോക്കുക എന്നുള്ളൊരു പേര്, കുടുംബം നോക്കുക എന്നുള്ളൊരു പേര്, എന്നിട്ട് ഒരു പട്ടിയുടെ വില പോലും ഇല്ലാതെ ഇങ്ങനെ മഞ്ജു വാര്യർ ഇങ്ങനെ നരകിപ്പിച്ചു. എന്നിട്ട് എങ്ങനെയൊക്കെയോ കൂടിയിട്ട് അവർ പുറത്തു ചാടി അവരുടെ ജീവിതം വിജയിപ്പിച്ചു. അവരുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിഞ്ഞു. അവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ചെറുപ്പകാലത്തിൽ വേണ്ടത് മുഴുവൻ നേടിയെടുത്ത ഒരു വ്യക്തിയാണ് ഈ മഞ്ജു വാര്യർ. എന്നിട്ടും മഞ്ജു വാര്യരെ കുറ്റം പറയുകയാണ്. മഞ്ജു വാര്യർ ശരിയല്ല, മഞ്ജു വാര്യർ കാരണമാണ് ഈ കുടുംബം ഇതുപോലെ ആയത്, കുടുംബം മുടിഞ്ഞു പോയത് എന്നുള്ള രീതിയിൽ ചില ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ മഞ്ജു വാര്യർ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കല. എന്നിട്ട് അതിന്റെ വക ദിലീപിന്റെ കൂടെ ഈ പുട്ടിന് തേങ്ങയിടുന്നത് പോലെ ഒരു പറച്ചലും എല്ലാ ശിക്ഷകളും ദൈവം കൊടുത്തുകൊള്ളുന്നു. ഇവിടെ ദൈവം ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ദിലീപിനല്ലേ ശിക്ഷിക്കേണ്ടത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇയാളല്ലേ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തിരിക്കുന്നത്? ഇയാളിപ്പോൾ പറയുന്നത് എന്താ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ശരിയാണ്, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ഒക്കെ പിന്നെ ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് തിരിച്ച് പെറ്റീഷന് പോകുന്നില്ല? അതല്ലേ വേണ്ടത്. ഇയാൾ എന്തിനാ പിന്നെ ജയിലിൽ കിടന്നത്? അങ്ങനെ ജയിലിൽ കിടന്നതിനെതിരെ ഇയാൾ പോണ്ടേ? ഏതായാലും ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഇവിടെ എന്തൊക്കെയോ കളി നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നല്ല കളി നടന്നിട്ടുണ്ട്. ആ കളിയുടെ അവസാനത്തെ കാര്യമാണ് ആ വക്കീൽ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ ഇങ്ങനെയായി അങ്ങനെയായി എന്നൊക്കെ പറയുന്നത്. ഇവിടെ എല്ലാവരും കൂടിയിട്ട് എല്ലാവരുടെ കണ്ണിലും മഞ്ഞപ്പൊടി ഇട്ട് വെക്കുക ചെയ്തത്. അതായത് ഒരാൾക്ക് പോലും കണ്ണ് കാണരുത് എന്ന് പറഞ്ഞിട്ട് എന്തോ പൊടി ഇട്ടതുപോലെയായിപ്പോയി. വളരെ മോശമായ പ്രവൃത്തി ചെയ്തിട്ടും എങ്ങനെയാണ് ന്യായീകരിക്കാൻ തോന്നുന്നത്? അതുകൊണ്ട് ഡോക്ടറാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മകളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു മോളെ വല്ലപ്പോഴും പോയിട്ട് അമ്മയുടെ അടുത്ത് പോവുക. അച്ഛനെക്കാട്ടിയും നിങ്ങൾക്ക് വേണ്ടത് അമ്മ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ആ ഒരു ശ്രമം തന്നെയാണ് ഇത്രയും വളർത്തി വലുതാക്കിയത്. അല്ലാതെ ഈ അച്ഛൻ എന്ന് പറയുന്നവൻ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് വല്ലവനും പറയുന്ന വാക്ക് കേട്ടിട്ട്, വല്ലവനും പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഇയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ദിലീപിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ നെഗറ്റീവിന് വേണ്ടിയിട്ട് നെഗറ്റീവിൻ്റെ കൂടെ വെക്കുന്ന വളരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതേപോലെയുള്ള ഒരാളാണ് ഇയാൾ. എന്നിട്ട് അങ്ങനെ പറയുകയാണ്, നമ്മുടെ മഞ്ജു വാര്യർക്ക് ഭയങ്കരമായ ശാപം വരും. ഒരു കുടുംബം പോലും മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്തൊരു വ്യക്തിയാണ് ഈ ദിലീപ് എന്ന് പറയുന്നയാൾ. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വേറെ ഒന്നും അവിടെ സംഭവിച്ചില്ല. ഈ ദിലീപ് നേരെയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെ ഉണ്ടാവില്ല. ദിലീപിന് തനിക്ക് ഭാര്യയുണ്ട്, തനിക്ക് മകളുണ്ട് എന്നുള്ള ഒരു വിചാരം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ആവില്ലായിരുന്നു. ഇയാൾ കാരണം എത്ര പേരുടെ ജീവിതമാണ് തകർന്നത്, എത്ര പേരാണ് കണ്ണീര് കുടിച്ചത്, എത്ര പേരാണ് വളരെയധികം മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നുപോയത്. ആദ്യം ആ കാവ്യമാധവനെ കല്യാണം കഴിച്ച അയാളുടെ അവസ്ഥകൾ ആലോചിച്ചു. അയാളൊക്കെ എത്രമാത്രം വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അയാളൊക്കെ എന്ന് പറഞ്ഞാൽ അനുഭവിച്ചതിന് കണ്ണും കയ്യും കണക്കുമില്ല, അത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട്. എന്താ കാരണം? എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിലീപ് തന്നെയാണ്, വേറെ ആരുമല്ല. എല്ലാത്തിനും കാരണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാവ്യമാധവന് ഒരിക്കലും തന്നെ ഇയാളെ വിവാഹം കഴിക്കാൻ, കാവ്യമാധവൻ ഒരിക്കലും പാടില്ലായിരുന്നു വിവാഹം കഴിക്കാൻ. ആ വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ കാവ്യമാധവനും വലിയ ഗുണമില്ലാണ്ടായി. കാവ്യമാധവൻ ഇപ്പോഴുള്ള വിലയും പോയി അവിടുന്ന് എല്ലാവർക്കും. അതായത് ദിലീപിനെ പോലും ഇപ്പോൾ ആയിരിക്കും വേണ്ട, എടുക്കാ പൈസയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ സിനിമ പോലും ഇനി ഇറങ്ങുമെന്ന് അറിയില്ല.
ഏതായാലും കഴിഞ്ഞ സിനിമയോട് കൂടിയിട്ട് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് തീർന്നു. ഇനിയിപ്പോൾ ദിലീപ് സ്വന്തമായിട്ട് സിനിമ ഇറക്കേണ്ടിയിരുന്ന എനിക്ക് തോന്നുന്നത്, വേറെ ആരും ഇറക്കാനൊന്നും നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും ശോകമാണ്. ഒരുപാട് പേരെ വെല്ലുവിളിച്ചിട്ട് ദിലീപ് ഇറക്കിയ സിനിമ പോലും വിജയിപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദിലീപിനെതിരെ എന്ന് പറഞ്ഞു മമ്മൂട്ടി ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ മോഹൻലാൽ ദിലീപ് കുറ്റക്കാരനല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ കാര്യവും കൂടി ഞാൻ പറയാം. അതായത് ചില ആൾക്കാർക്ക് നട്ടല് നല്ല രീതിയിൽ ഉണ്ടാകും. മമ്മൂട്ടി ഒന്നും മിണ്ടുന്നില്ല, അല്ലെങ്കിൽ പൃഥ്വിരാജ് മമ്മൂട്ടിയുടെ വീട്ടിൽ യോഗം ചെയ്യുമ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് പൃഥ്വിരാജിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, പൃഥ്വിരാജൊന്നും ഇമാതിരി തെമ്മാടിത്തരത്തിനൊന്നും പോകാറില്ല. അയാൾ ആരുടെയും പിന്നെ എന്താ പറയുക ചോറിൽ പോയിട്ട് മണ്ണുവാരി ഇടാറില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്ന പണ്ടൊരു ചൊല്ലില്ലേ, അതേപോലെയാണ് ദിലീപ് ഒരുപാട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നരകിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പൃഥ്വിരാജൊന്നും പിന്നെ അയാളുടെ കാര്യം നോക്കുന്നതല്ലാതെ ഇനി ആർക്കും കൊടുത്തില്ലെങ്കിലും ശരി, വേറെ ആരെയും ഉപദ്രവിക്കാൻ പോകത്തില്ല. ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഉപദ്രവിച്ച് അങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കില്ല. ഇവൻ അങ്ങനെയല്ല. ഇവൻ എല്ലാവരെയും തന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് അറിഞ്ഞത്. അതുകൊണ്ടാണ് ഈ ദിലീപ് എന്ന് പറയുന്നത്. ഇപ്പം തന്നെ ആ ഒരു കേസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇറങ്ങി വന്നപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ആരെ പേരാണ് പറഞ്ഞത്? മഞ്ജു വാര്യരുടെ പേരാണ് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനപ്പകയാണ് ഇയാളുടെ പ്രശ്നം. ഈ ആനപ്പക ഇല്ലെങ്കിൽ ഇയാൾക്കൊരു കുഴപ്പവും വരാൻ പോകുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മുടെ ദിലീപ് എന്ന് പറയുന്നവൻ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ ഇതുപോലെ അങ്ങനെ അങ്ങ് പ്രതികരിച്ചു കൊണ്ടേയിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു വാര്യരെക്കാട്ടിയും തെറ്റ് ചെയ്തത് ദിലീപ് എന്ന് പറയുന്നവൻ തന്നെയാണ്. ഒരു കാരണവശാലും ദിലീപ് എന്ന് പറയുന്നവനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. അയാളുടെ ചെയ്തികൾ തന്നെയാണ് അയാളെ ഈ കോലത്തിലാക്കിയത്. അയാൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരുപാട് പേരുണ്ടാകും, ശരിയാണ്. പക്ഷെ അവരൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ മറ്റൊരു തരത്തിൽ ദിലീപിന് വേണ്ടിയിട്ട് ആശ്രിതന്മാരായിട്ട് നിൽക്കുക പറയുന്നില്ലേ. ഇപ്പം നമ്മുടെ ശാന്തിവിള അണ്ണന് കിട്ടിയിരിക്കുന്ന ഒരു വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ വെളുപ്പിച്ചുകൊണ്ട് അയാൾക്കൊരു പേരുണ്ടായി. അതുമാത്രവുമല്ല, അയാൾക്ക് ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, സിനിമയിൽ ഏതോ നാദിർഷൻ്റെ ഏതോ സിനിമയിൽ ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോഴും ചിലപ്പോൾ ദിലീപ് ചിലപ്പോൾ ഇയാൾക്കൊരു വേഷം കൊടുക്കും, ഒരു ഡേറ്റ് കൊടുക്കും. അങ്ങനെയൊക്കെ പേര് ഇപ്പം നമ്മുടെ ശാന്തിവിള ദിനേശൻ എന്ന് പറയുന്ന പേരോട് കൂടിയിട്ട് ചിലപ്പോൾ ദിലീപിൻ്റെ ഒരു സിനിമ ഇറങ്ങും. അതിനു വേണ്ടിയിട്ടുള്ള കളികളാണ് ഇവിടെ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇപ്പോൾ സ്വകാര്യമായിട്ട് ഇയാൾ ചിലപ്പോൾ ദിലീപിനെ തെറി പറയുന്നുണ്ടോ? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ശാന്തിവിളനെ നമുക്കറിയില്ലേ, സ്വകാര്യമായിട്ട് ദിലീപിനെ തെറി പറയുകയും ചെയ്യും, പരസ്യമായിട്ട് ദിലീപിനെ പിന്തുണക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ അണ്ണൻ എവിടെയാണ് ഗുണം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അണ്ണൻ എവിടെയേ നിൽക്കത്തുള്ളൂ. ഗുണമില്ലെങ്കിൽ ആ ഏരിയയിൽ അണ്ണൻ വരത്തില്ല. അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇവിടെ മഞ്ജു വാര്യർ ദിലീപ് തന്നെയാണ് ഏറ്റവും വലിയൊരു തെറ്റ് ചെയ്തത്. അവിടെ മഞ്ജു വാര്യരെ ക്രൂശിച്ചിട്ട് മഞ്ജു വാര്യർക്ക് ദൈവം കൊടുത്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ദൈവം നല്ലോണം കൊടുക്കുന്നുണ്ട്. നല്ലോണം ഭാര്യക്കോരി കൊടുക്കുകയല്ലേ ഇന്ന് ദൈവം. കാണുന്നില്ലേ നിങ്ങൾ? എന്തോരം പിന്നെ സിനിമകളായിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ടൂറുകളായിട്ടും വളരെയധികം സന്തോഷത്തോടു കൂടിയല്ലേ ഇന്ന് മഞ്ജു വാര്യർ ജീവിക്കുന്നത്. ദിലീപിനെ പോലെ ടെൻഷൻ അടിച്ച് ജനങ്ങൾക്കും വേണ്ട ഒരാൾക്കും വേണ്ടാതെയാണോ ജീവിക്കുന്നത്? ഒരിക്കലുമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. മഞ്ജു വാര്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കുകയാണ്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.